ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. മലയാള സിനിമയിലെ പെരുന്തച്ചൻ എന്നറിയപ്പെടുന്ന നടൻ തിലകനെ താരസംഘടനയായ അമ്മ ഏർപ്പെടുത്തിയ വിലക്കിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. പല വലിയ നടന്മാർക്കെതിരെയും ശക്തമായ ആരോപണങ്ങൾ നടത്തിയ വ്യക്തിയായിരുന്നു തിലകൻ. ഇപ്പോഴിതാ തിലകന്റെ ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ആലപ്പി അഷ്റഫ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അഭിനയ സിദ്ധി കൊണ്ട് മാത്രം സിനിമയിൽ തിളങ്ങിയ നടനാണ് തിലകൻ. സിനിമയിൽ ഇന്നും തുടരുന്ന കുത്തിത്തിരിപ്പ്, കുതികാൽ വെട്ടൽ തുടങ്ങിയവയിലൊന്നും അദ്ദേഹം ഭാഗമായിട്ടില്ല. അതുകൊണ്ട് സത്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഇല്ലായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം കടുത്ത പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ഒരേ സമയം തന്നെ അദ്ദേഹത്തിന് താരസംഘടനയായ അമ്മയുടെയും ടെക്നീഷ്യന്മാരുടെ സംഘടനയായ ഫെക്കയുമായി പിണങ്ങേണ്ടി വന്നിട്ടുണ്ട്. അമ്മയിലേക്ക് പോയപ്പോൾ തന്റെ സംരക്ഷണത്തിനായി തിലകൻ 2 പോലീസുകാരെയും കൊണ്ടാണ് പോയത്. ഇത് അമ്മയെ ചൊടിപ്പിച്ചു. ഇതേസമയം സംവിധായകരെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചത് ഫെക്കയെയും ചൊടിപ്പിച്ചു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും ശ്രമിച്ചിരുന്നില്ല. അങ്ങനെ സിനിമയിൽ നിന്നും തിലകനെ പൂർണ്ണമായും വിലക്കുന്ന അവസ്ഥയുണ്ടായി. ആ സമയത്ത് സോഹൻ റോയ് സംവിധാനം ചെയ്ത ഡാം എന്ന ഇംഗ്ലീഷ് ചിത്രത്തിൽ തിലകനെ കാസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അതും ചിലർ നശിപ്പിച്ചു. എന്നാൽ സോഹൻ റോയ് തിലകനെ സാന്ത്വനിപ്പിച്ച് അഭിനയിപ്പിക്കാതെ എഗ്രിമെന്റിൽ എഴുതിയ മുഴുവൻ പണവും കൊടുത്താണ് പറഞ്ഞുവിട്ടത്. ശേഷം അദ്ദേഹം നിലനിൽപ്പിനായി സീരിയലുകളിൽ അഭിനയിക്കാമെന്ന തീരുമാനത്തിലെത്തി. അതിനും അദ്ദേഹത്തിന് വിലക്കുണ്ടായി. ഈ വിലക്ക് അദ്ദേഹം അറിഞ്ഞപ്പോൾ കരഞ്ഞുപോയെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നീട് അദ്ദേഹം നാടകരംഗത്തേക്ക് തിരിയുകയായിരുന്നു. അങ്ങനെ നാടകത്തിലൂടെ അഭിനയ രംഗത്ത് തിലകൻ തുടർന്നു. ഇതിനിടയിൽ അദ്ദേഹത്തെ ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംവിധായകൻ ഷാജി കൈലാസ് ഇടപെട്ടാണ് സിനിമയിലുള്ള അദ്ദേഹത്തിന്റെ വിലക്ക് മാറ്റിയത്. അങ്ങനെയാണ് തിലകൻ ഇന്ത്യൻ റുപ്പി എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. ആലപ്പി അഷ്റഫ് പറഞ്ഞു നിർത്തി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.